ഇന്ന് ധനുമാസം 2 ഡിസംബർ 17, 2025 കുചേല ദിനം. കുചേലന് സദ്ഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ സതീർത്ഥ്യനായ സുദാമാവ് ദാരിദ്ര്യശമനത്തിനായി അവിൽ പൊതിയുമായി ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ കാണാൻ എത്തിയതിന്റെ സ്മരണയ്ക്കാണ് കുചേല ദിനം ആചരിക്കുന്നത്. സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ചാണ് അവർ വിദ്യ അഭ്യസിച്ചത്. വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ തന്റെ ദരിദ്രഗൃഹത്തിലേക്കും പോയിരുന്നു. ഭിക്ഷയാചിച്ച് കുടുംബം പുലർത്തിയിരുന്ന പൂർവികരുടെ അതേ വഴി തന്നെ കുചേലനും പിന്തുടർന്നു. കാലാന്തരത്തിൽ വിവാഹിതനാകുകയും സന്താനങ്ങളോടൊപ്പം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോകുകയുമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ അവശത അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന അവസരത്തിൽ ഒരു നാൾ ഭിക്ഷാടനം കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന് കുടിലിൽ വിശ്രമിക്കുമ്പോൾ തന്റെ പത്നിയോട് ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, പല അവസരങ്ങളിലും ശ്രീകൃഷ്ണ ലീലകൾ കുചേലൻ ഭാര്യയോട് വിവരിക്കാറുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങയുടെ സതീർത്ഥ്യനാണല്ലോ കൃഷ്ണൻ. പലപ്പോഴും അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളും കുസൃതികളും മായപ്രകടനവുമൊക്കെ അങ്ങ് വിവരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുത്താൻ ഒന്നുപോയി കണ്ടുകൂടെ? കൃഷ്ണനെ, അദ്ദേഹത്തെ നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞു കേൾപ്പിച്ച് ആ മനസ്സുകൂടി വേദനിപ്പിക്കേണ്ടതുണ്ടോ? നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ വിധിയാണ്. ഞാൻ പോകില്ല. ഇതിനായിട്ട് മാത്രമല്ല, ഈ ഉള്ളവനെ തിരിച്ചറിയുമോ എന്നും സംശയമാണ്. നമ്മുടെ കാര്യം പോട്ടെ, കുട്ടികൾ പട്ടിണി കിടന്ന് മരണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങ് പോയി കാണൂ. നമ്മുടെ കൊടും ദാരിദ്ര്യത്തിന്റെ വിവരമെല്ലാം കൃഷ്ണനെ ധരിപ്പിക്കൂ. അത് പോകുന്നത് ശരിയാകുമോ? മറ്റൊരാളോട് നമ്മുടെ ജീവിത പരാജയം പറയുക ശരിയാകുമോ? അതിൽ തെറ്റൊന്നുമില്ല. മറ്റാരോടുമല്ലല്ലോ, തന്റെ സതീർത്ഥ്യനോടല്ലേ. അവിടുന്ന് പോകുക തന്നെ വേണം. ഭാര്യയുടെ നിർബന്ധത്താൽ തന്റെ കഷ്ടതകൾക്ക് ഒരു അവസാനം ഉണ്ടാകുവാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ കുചേലൻ ദ്വാരകയിലേക്ക് യാത്രയായി. ഭിക്ഷയാചിച്ച് ലഭിച്ച കല്ലും മണ്ണും നെല്ലുമടങ്ങിയ അവിൽ ഒരു തുണിക്കിഴിയായി കയ്യിൽ കരുതിയിരുന്നു. കൃഷ്ണന്റെ സ്വഭാവം നന്നായി അറിയാമല്ലോ. കുചേലനെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്താ കൊണ്ടുവന്നത് എന്ന് തിരക്കും. ഇതല്ലാതെ മറ്റൊന്നും ഇല്ലാതാനും. ഏതായാലും കഴിയുന്നതും കൊടുക്കാതിരിക്കാമെന്ന് തന്നെ ചിന്തിച്ചാണ് അവിൽ പൊതി എടുത്തത്. ദ്വാരകയിലെത്തിയ കുചേലനെ കണ്ട് ദ്വാരകാ നിവാസികൾ കളിയാക്കി. ഹേ ദരിദ്രനാരായണ, നീ ഏതു ദേശക്കാരനാണ്? നിന്റെ വേഷഭൂഷാദികൾ ഞങ്ങൾക്ക് ലജ്ജ ജനിപ്പിക്കുന്നു. നീ എന്തിനീ ദ്വാരകയിൽ വന്നു? പരിഹാസം കേട്ട് മുന്നോട്ട് നടന്നപ്പോൾ കൃഷ്ണന്റെ കൊട്ടാരം കണ്ട് കുചേലൻ തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ വിവരമറിഞ്ഞ് കൃഷ്ണൻ വഴിയിൽ പോയി കുചേലനെ ആദരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവിധ ആതിഥ്യ മര്യാദയും നൽകി കൃഷ്ണൻ സഹപാഠിയായ കുചേലനെ ആദരിച്ചു. കുശല സംഭാഷണത്തിനിടയിൽ കുചേലൻ മറച്ചു പിടിച്ചിരുന്ന അവിൽപ്പൊതി ശ്രീകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നിർബന്ധപൂർവം വാങ്ങി ഒരു പിടി കഴിക്കുകയും വീണ്ടും ഭക്ഷിക്കാനായി തുനിഞ്ഞപ്പോൾ രുക്മിണി തടഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം ഭക്ഷിച്ചപ്പോൾ തന്നെ കുചേലന് വേണ്ടുന്ന സഹായം ലഭിച്ചു കഴിഞ്ഞിരുന്നു. വീണ്ടും ഭക്ഷിച്ചാൽ സാക്ഷാൽ മഹാലക്ഷ്മി കുചേലന്റെ വീട്ടിലെത്തും. ഇതറിയാവുന്ന രുക്മിണി കൃഷ്ണനെ തടയുകയായിരുന്നു. കുചേലൻ കുശലവും വിശേഷങ്ങളും പറയുകയും ചോദിക്കുകയും അല്ലാതെ ഒരു സഹായവും ചോദിച്ചില്ല. വൈമനസ്യം കാരണവും വന്നത് എന്തിനാണെന്നുള്ളത് മറന്നുപോയതിനാലും കൃഷ്ണനോടൊപ്പം കഥകളും കാര്യവും പറഞ്ഞ് അവിടെ ഒരു ദിവസം താമസിച്ച് പിറ്റേന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നടന്ന് വീട്ടിനടുത്ത് എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. തന്റെ കുടിൽ കാണുന്നില്ല.
അവിടെ ദ്വാരകാപുരിയിലെ കൊട്ടാരം നിൽക്കുന്നതായി കണ്ടു. താൻ വഴിതെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിച്ചേർന്നു. അമ്പരന്ന് കൊട്ടാരമുറ്റത്തു തന്നെ നിന്ന കുചേലനെ ഭാര്യ കണ്ടു. അവർ ഓടിച്ചെന്ന് കുചേലനെ കൈക്ക് പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും വന്നുവെന്നും ദാരിദ്ര്യം മാറിയെന്നും കുചേലൻ മനസ്സിലാക്കി. പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു. ഇതാണ് കുചേല ദിനം ആചരിക്കുവാനുള്ള കഥാസാരമായി ഭാഗവതത്തിൽ കാണുന്നത്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനം. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം ഭക്തജനങ്ങൾ അവിൽ സമർപ്പിക്കുകയാണ് പ്രധാന ചടങ്ങ്. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നിവേദിച്ച അവിൽ പ്രസാദമായി കൊടുക്കുന്നതും കണ്ടുവരുന്നു. സുഹൃത് ബന്ധത്തിന്റെ ആഴവും പരപ്പും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കുചേല ദിനം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.